ഹരേ കൃഷ്ണ. രാധേ രാധേ. നമുക്കിന്നൊരു ശിവൻ്റെ കഥ കേൾക്കാം. മറ്റു പുരാണങ്ങളെപ്പോലെ തന്നെ നൈമിഷാരണ്യത്തിൽ വച്ച് ശൗനക മഹർഷിയുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമായി സൂതൻ കഥകൾ പറയുന്നത് രീതിയിൽ തന്നെയാണ് ശിവപുരാണം വേദവ്യാസ മഹർഷി രചിച്ചിട്ടുള്ളത്. അപ്പോൾ ശിവപുരാണം രചിച്ചത് വേദവ്യാസ മഹർഷിയാണ്. കലികാലത്തെ പാപം നിവർത്തിക്കായിട്ടും പുണ്യസമ്പാദനത്തിനും ഉള്ള ഏക മാർഗമാണ് ശിവപുരാണം കേൾക്കുക എന്നുള്ളത്. അപ്പോൾ അതിലുള്ള ഒരു കഥയാണ് പറയാൻ പോകുന്നത്. എത്ര നീചമായ പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാലും നമുക്ക് മോക്ഷത്തിനായി ശിവപുരാണം വായിച്ചാൽ നമുക്ക് മോക്ഷം കിട്ടും, ഭഗവാൻ പ്രീതനാവും എന്നുള്ള അതിനെക്കുറിച്ചുള്ള കഥയാണ്. ദേവരാജൻ്റെയും ചഞ്ചുളയുടെയും കഥ. രണ്ട് കഥകളാണ്. വളരെ പണ്ടുകാലത്ത് കിരാതന്മാരുടെ നഗരത്തിൽ ദേവരാജൻ എന്നു പേരുള്ള ഒരു ബ്രാഹ്മണൻ താമസിച്ചു വന്നു. അപ്പോൾ കിരാതന്മാരുടെ നാടാണ്. അപ്പോൾ ബ്രാഹ്മണൻ അവിടെ താമസിക്കുന്നുവെങ്കിൽ ആ ബ്രാഹ്മണനും ഒരു കിരാതനായി മാറിയിട്ടുണ്ടാകും. ബ്രാഹ്മണർക്ക് യാതൊരു വിധിയും ചെയ്യാതെ, ധർമ്മങ്ങളും ഒന്നും അനുഷ്ഠിക്കാതെ സ്ത്രീ സംഗമം തുടങ്ങിയ ദുർപ്രവൃത്തികളോടു കൂടിയായിരുന്നു ആ ബ്രാഹ്മണനും ജീവിച്ചു പോന്നത്. ഒരിക്കൽ അയാൾ യാദൃശ്ചികമായി പ്രയാഗയിലുള്ള ശിവക്ഷേത്രത്തിൽ എങ്ങനെയോ എത്തി. അവിടെ വച്ച് ജ്വരബാധിതനായി തീർന്ന അയാൾക്ക് അവിടെ ഏകദേശം 1 മാസത്തോളം കഴിഞ്ഞു കൂടേണ്ടി വന്നു. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനൊന്നും വയ്യാതെ ജ്വരം ബാധിച്ച് കിടപ്പിലായി. ആ അവസരത്തിൽ അവിടെ വച്ച് കുറച്ച് സന്യാസിമാരും മറ്റും നടത്തി വന്ന ശിവപുരാണ കഥകളും പ്രഭാഷണങ്ങളും കേൾക്കാനിടയായി. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ തന്നെ അദ്ദേഹം മരണാസന്നനായി ഇരുന്നു. അയാൾ മരിച്ചു കഴിഞ്ഞതും അയാളെ യമകിങ്കരന്മാർ യമലോകത്തേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കാൻ തുടങ്ങി. എന്നാൽ പെട്ടെന്ന് തന്നെ അവിടെ 4 രുദ്രപാർഷദന്മാർ പ്രത്യക്ഷപ്പെട്ടു. അവർ അയാളെ മോചിപ്പിച്ച് ശിവലോകത്തിലേക്ക് കൊണ്ടുപോയി ശിവൻ്റെ അടുത്തെത്തിച്ചു. അപ്പോൾ ഈ കഥയിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്, ഇത്രയും ദുഷ്പ്രവർത്തികൾ ചെയ്ത ആ മനുഷ്യൻ അറിയാതെ ശിവഭക്തിയിൽ ഏർപ്പെട്ട് ശിവപുരാണം കേട്ട് ആ കഥയിൽ ഇഷ്ടം തോന്നി ആ മനുഷ്യൻ അവസാന സമയം ഒരു ശിവഭക്തനായി. അപ്പോൾ അതിൻ്റെ ഒരു വ്യത്യാസമാണ് ലാസ്റ്റിൽ ആളിന് കിട്ടിയത്. അപ്പോൾ നമുക്ക് കഥ തുടർന്ന് കേൾക്കാം. ഈ കഥ കേട്ട് സന്തുഷ്ടനായ ശൗനകൻ്റെ ആവശ്യപ്രകാരം സൂതൻ മറ്റൊരു കഥ കൂടി പറയാൻ ആരംഭിച്ചു. ഒരിക്കൽ ബാഷ്പകല എന്ന ഗ്രാമത്തിൽ നീചവൃത്തികൾ ഏർപ്പെട്ടിരുന്ന ബിന്ദുകൻ എന്നു പേരായ ഒരു ബ്രാഹ്മണൻ വസിച്ചു വന്നു. വളരെ നീചപ്രവൃത്തികളാണ്. അയാളുടെ സഹവാസം മൂലം പത്നിയായ ചഞ്ചുളയും ദുരാചാരിണിയായി തീർന്നു. അപ്പോൾ ചഞ്ചുള നല്ലൊരു സ്ത്രീയായിരുന്നു. പക്ഷേ സ്വന്തം ഭർത്താവ് ദുഷ്പ്രവൃത്തിയിൽ ഏർപ്പെടുന്നത് കണ്ട് അവളും ഒരു ദുഷ്ചാരിണിയായി മാറി. ഒരു രാത്രിയിൽ ചഞ്ചുള ഒരു പരപുരുഷനുമായി രമിച്ചു കൊണ്ടിരിക്കുന്നത് കാണാനിടയായ ബിന്ദുകൻ അവളെ പ്രഹരിക്കുകയും മറ്റും ചെയ്തുവെങ്കിലും അയാളുടെ പരസ്ത്രീ ബന്ധമാണ് അവളെ ഈ കൃത്യത്തിന് പ്രേരിപ്പിച്ചതെന്ന് അവൾ പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അയാൾ അവളെ സമാധാനിപ്പിച്ച് നീ ചെയ്യുന്നത് തന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവൾക്ക് എന്താണ് ഇഷ്ടം അത് ചെയ്തോളൂ എന്ന് പറഞ്ഞ് സമ്മതിച്ചു. അവനിൽ നിന്നും പണം വാങ്ങി. പക്ഷേ നീ ആരുടെ കൂടെയാണോ ഉള്ളത് ആ ആളിൽ നിന്നും പണം വാങ്ങി എനിക്ക് തരണമെന്ന്, അതായത് തനിക്ക് തരണമെന്നും താൻ ആ പണം കൊണ്ട് വേശ്യാസംഗമം നടത്തുമെന്നും അയാൾ ലജ്ജ കൂടാതെ തൻ്റെ ഭാര്യയായ ചഞ്ചുളയോട് പറഞ്ഞു. അല്പകാലം അവർ ആ വ്യവസ്ഥയിൽ ജീവിച്ചു വന്നു. ബിന്ദുകൻ മരിച്ചു നരകത്തിലെത്തി. കുറേ കാലം നരക ദുഃഖം അനുഭവിച്ചതിന് ശേഷം ആ ബിന്ദുകൻ ഒരു പിശാചായി വിന്ധ്യാപർവ്വതത്തിലെത്തിച്ചേർന്നു. അപ്പോൾ ബിന്ദുകൻ്റെ കഥ ഇവിടെ നിൽക്കുകയാണ്. ഇനി നമുക്ക് ചഞ്ചുളയ്ക്ക് എന്ത് പറ്റിയെന്ന് നോക്കാം. ചഞ്ചുള പുത്രന്മാരോടുകൂടി സ്വഗ്രഹത്തിൽ താമസിച്ച് വരവേ ഒരു ദിവസം ദൈവകൃത്യ ബന്ധുജനങ്ങളോടുകൂടി, അതായത് ഈശ്വരചിന്തയിൽ ഏർപ്പെടുന്ന ബന്ധുക്കളുണ്ടാവുമല്ലോ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തീർത്ഥയാത്രകൾ പോകൂലേ, അതുപോലെ ദൈവകൃത്യ ബന്ധുജനങ്ങളോടുകൂടി ഗോകർണ ക്ഷേത്രത്തിൽ പോകുവാനിടയായി. ഏതോ ഒരു തീർത്ഥത്തിൽ സ്നാനം ചെയ്തു. കാരണം അവർക്ക് കൂടുതൽ ദൈവകാര്യങ്ങളൊന്നും അറിയില്ല. ക്ഷേത്രത്തിലെത്തിയ അവൾ ഒരു ബ്രാഹ്മണൻ്റെ കഥാപ്രസംഗത്തിൽ നിന്നും താൻ ചെയ്ത വ്യഭിചാരവൃത്തി തന്നെ നരകത്തിലേക്ക് നയിക്കുമെന്നും അവിടെ വച്ച് അതിന് കഠിനമായ പീഡനങ്ങൾ സഹിക്കേണ്ടി വരുമെന്നും ധരിച്ച് ഭയഭീതയായി തീർന്നു. പശ്ചാത്താപവും വൈരാഗ്യവും വന്ന അവൾക്ക് തന്നെ രക്ഷിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ആ ബ്രാഹ്മണൻ്റെ കാൽക്കൽ അഭയം പ്രാപിച്ചു. ആകെ പേടിച്ചു വിഷമിച്ചു അവർ.
തൻ്റെ കാൽക്കൽ വീണ ചഞ്ചുളയെ അദ്ദേഹം സാന്ത്വന വാക്കുകൾ പറഞ്ഞ് സമാശ്വസിപ്പിച്ചു. സ്വയം ചെയ്ത പാപങ്ങൾ ഓർത്ത് പശ്ചാത്തപിക്കുകയാണ് പ്രായശ്ചിത്തമെന്നും അതുപോലെ പ്രായശ്ചിത്തം എന്നും പരമശിവന്റെ കഥകൾ കേട്ടാൽ ഹൃദയശുദ്ധിയും മോക്ഷവും ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇത് കേട്ട് സമാധാനിച്ച അവൾ മഹാശിവന്റെ അതായത് പരമശിവന്റെ കഥകൾ കേൾക്കുവാനുള്ള ഔത്സുക്യത്തോടു കൂടി ആ ബ്രാഹ്മണന്റെ കാൽക്കൽ വീണു നമസ്കരിച്ചു. അനന്തരം അവൾ അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ട് അവിടെ താമസിച്ചു വന്നു. അപ്പോൾ കഥകൾ കേൾക്കാനായിട്ടുള്ള ആഗ്രഹത്തോടെ അവൾ ആ ബ്രാഹ്മണൻ്റെ കൂടെ താമസിച്ചു തുടങ്ങി. അദ്ദേഹം അവളെ ഉത്തമമായ ശിവപുരാണ കഥകൾ കേൾപ്പിച്ചു. ഇത് കേട്ട് ശിവനിൽ ഉദിച്ച അതായത് പ്രേമത്തോടു കൂടി അവൾ കുറച്ച് നാളുകൾക്ക് ശേഷം സ്വശരീരം വെടിഞ്ഞു. ഭഗവാൻ അയച്ച ദിവ്യമായ വിമാനത്തിൽ കയറി ശിവപുരിയിലെത്തി. അവിടെ വച്ച് അവൾക്ക് ദിവ്യമായ രൂപവും കൈവന്നു. പരമശിവനെ ദർശിക്കുവാനുള്ള ഭാഗ്യവും ലഭിച്ചു. പാർവതി സമേതനായി ദിവ്യാഭരണഭൂഷിതനായി തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഭഗവാനെ കണ്ട് അവൾ ധന്യധന്യയായി. പാർവതീദേവി അവളെ പ്രേമപൂർവ്വം അടുത്തേക്ക് വിളിച്ചു തൻ്റെ സഖിയാക്കി തീർത്തു. അങ്ങനെ അവൾക്ക് സനാതനമായ ആ ധാമത്തിൽ സ്ഥിരവാസം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പരമാനന്ദത്തിൽ മുഴുകിയ ചഞ്ചുള പാർവതീദേവിയുടെ അടുത്ത് ചെന്ന് സ്തുതിച്ച ശേഷം അതായത് ദേവിയെ സ്തുതികൾ പാടി സ്തുതിച്ച ശേഷം സന്തുഷ്ടയായ ദേവിയോട് തൻ്റെ ഭർത്താവായ ബിന്ദുകൻ എവിടെയോ ഗതി കിട്ടാതെ അലയുകയാണെന്നും അയാളുമായി ഇനി എപ്പോഴെങ്കിലും സംഗമിക്കാനിടവരുമെന്നും അറിയില്ല എന്നും പറഞ്ഞു. അപ്പോൾ ദേവിയോടിങ്ങനെ സംശയാസ്പദമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ അതിനു മറുപടിയായി ബിന്ദുകൻ ചെയ്ത പാപത്തിൻ്റെ ഫലമായി വിന്ധ്യാപർവ്വതത്തിൽ ഒരു പിശാചായി വായു ഭക്ഷിച്ച് കഴിയുകയാണെന്ന് ദേവി പറഞ്ഞു. അതുകൂടാതെ തന്നെ ഗതി കിട്ടാനുള്ള ഒരേ ഒരു മാർഗം ശിവപുരാണത്തിലെ ഉത്തമ കഥകൾ കേൾക്കുക മാത്രമാണെന്നും ദേവി അരുളി ചെയ്തു. അപ്പോൾ ഈ ഉത്തമ പുരാണ കഥകൾ എങ്ങനെ കേൾപ്പിക്കും ആ പിശാചിനെ? അപ്പോൾ അതിന് ഉള്ള ഉപായം എന്താണെന്ന് ചോദിച്ചപ്പോൾ തുമ്പുരു എന്ന ഗന്ധർവനെ വിളിച്ച് ചഞ്ചലയുടെ കൂടെ വിന്ധ്യാപർവ്വതത്തിൽ ചെല്ലാൻ ആവശ്യപ്പെട്ടു. അനന്തരം ചഞ്ചലയുടെ ഭർത്താവായിരുന്ന ബിന്ദുകൻ്റെ കഥ മുഴുവൻ തുമ്പുരുവിനോട് പറഞ്ഞ ശേഷം ദേവി ശിവപുരാണത്തിലെ ഉത്തമ കഥകൾ മുഴുവൻ ആ പിശാചിനെ കേൾപ്പിക്കണമെന്നും ശിവകഥാശ്രവണത്താൽ പാപങ്ങളെല്ലാം അകന്ന് പിശാചരൂപം വെടിയുന്ന അവനെ ദിവ്യമായ വിമാനത്തിൽ കയറ്റി ശിവസന്നിധിയിൽ എത്തിക്കണമെന്നും തുമ്പുരുവിനോട് പറഞ്ഞു. നാരദൻ്റെ മിത്രമാണ് തുമ്പുരു. അപ്പോൾ നാരദൻ്റെ മിത്രമായ തുമ്പുരു ഉടനെ തന്നെ ചഞ്ചുളയോടു കൂടി ഒരു ദിവ്യമായ വിമാനത്തിൽ കയറി വിന്ധ്യാപർവ്വതത്തിലേക്ക് യാത്രയായി. അവിടെ ഇവർ രണ്ടുപേരും കൂടി കണ്ടത് അതിഭീവത്സവും ഭയാനകവുമായ ദേഹത്തോടു കൂടിയ ഒരു പിശാചിൻ്റെ രൂപത്തിലുള്ള ബിന്ദുകനെ ആയിരുന്നു. തുമ്പുരു ഒട്ടും ഭയപ്പെടാതെ തന്നെ അവനെ കയറുകൊണ്ട് കെട്ടിമുറുക്കി ശിവപുരാണം പാരായണം ചെയ്യുവാൻ നിശ്ചയിച്ച സ്ഥലത്തെത്തി. അവിടെ ഒരു മണ്ഡപം തയ്യാറാക്കി അതിലിരുത്തി. പാർവതീദേവിയുടെ നിർദ്ദേശപ്രകാരം ഒരു പിശാചിനെ ഉദ്ധരിക്കുന്നതിനായി തുമ്പുരു വിദ്യാപർവ്വതത്തിൽ വച്ച് ശിവപുരാണത്തിലെ കഥകൾ പറയാൻ പോകുന്നു എന്നറിഞ്ഞ ജനങ്ങൾ നാടിൻ്റെ നാനാഭാഗത്തു നിന്നും അവിടേക്ക് ഒഴുകിച്ചേർന്നു. അപ്പോൾ ജനങ്ങൾക്കൊക്കെ കഥ കേൾക്കണം, ശിവപുരാണമാണ് പറയുന്നത്, അതും ഒരു പിശാചിനെ നല്ലതാക്കി മാറ്റാൻ വേണ്ടി പറയുന്ന ശിവപുരാണം. അപ്പോൾ നമ്മൾക്കൊക്കെ എത്ര വലിയ ഗുണമുള്ളതാണ് ആ കാര്യം എന്നറിഞ്ഞ ആൾക്കാരൊക്കെ അവിടെ എത്താൻ തുടങ്ങി ആ ദിവ്യ കാഴ്ച കാണാനും കഥ കേൾക്കാനും. തുമ്പുരു തൻ്റെ വീണയുമായി കഥാഗാനം ആരംഭിച്ചു. ശിവപുരാണം സ്പഷ്ടമായി വർണ്ണിച്ച് പിശാചിനെ കേൾപ്പിച്ചു. അപ്പോഴേക്കും അവൻ സർവ്വപാപങ്ങളും വെടിഞ്ഞ് ദിവ്യമായ ശിവരൂപം പ്രാപിച്ചിരുന്നു. ഈ അത്ഭുത ദൃശ്യങ്ങൾ വീക്ഷിച്ച ജനങ്ങളും മഹർഷിമാരും ദേവന്മാരും വിസ്മയിച്ച് കൊണ്ട് പിന്നീട് സ്വസ്ഥാനങ്ങളിലേക്കു മടങ്ങി. ബിന്ദുകനും ചഞ്ചുളയും ദിവ്യരൂപത്തോടെ തുമ്പുരുവിനോടുകൂടി പവിത്രമായ ശിവസന്നിധിയിലേക്കെത്തി. സന്തുഷ്ടരായ പാർവതി പരമേശ്വരന്മാർ അവരെ സ്വീകരിച്ചു. ഭഗവാൻ ബിന്ദുകനെ തൻ്റെ പാർഷദന്മാരിൽ ഒരാളാക്കി മാറ്റി. ചഞ്ചുളയാകട്ടെ ദേവിയുടെ തോഴിയുമായി. അപ്പോൾ ശിവപുരാണത്തിലെ കഥകൾ കേട്ട അവർക്ക് തന്നെ എന്തുമാത്രം വ്യത്യാസമാണ് അവരുടെ ആത്മാക്കൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ
ഇത്രയേ ഉള്ളൂ. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത കഥയിൽ കേൾക്കാം, അല്ലെങ്കിൽ കാണാം. ഹരേ കൃഷ്ണ. രാധേ രാധേ.